പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ നവംബർ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമാണ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം അപ്പാ, സ്തോത്രം 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 അപ്പാ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരം ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആരോഗ്യത്തോടെ ഈ രാവിലെ നമ്മൾ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. കർത്താവാണ് നമ്മളെ ഉണർത്തിയത്. ആമേൻ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയത്തോടെ ആനന്ദത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ഇത് കർത്താവ് അപ്പ ഉണ്ടാക്കിയ ദിവസമാകിയാൽ സ്തോത്രം. ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ, ഞങ്ങൾക്ക് ആനന്ദിക്കുവാൻ, ക്രിസ്തുവിൽ ആമേൻ ജയഘോഷം നടത്തുവാൻ ഈ പകൽക്കാലത്തെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആവശ്യമായ സകലതും ഒരുക്കി വെച്ച് ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ആ നാമത്തെ ഉയർത്തുന്നു. കർത്താവേ, അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുക 119 സങ്കീർത്തനം 68 വാക്യം, കർത്താവ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. കർത്താവിൻ്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണം. എല്ലാവരും പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. ഒന്നുകൂടെ കൈകൾ ഉയർത്തി പറ. എൻ്റെ കർത്താവ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, എൻ്റെ അപ്പൻ നല്ലവനാകുന്നു, എൻ്റെ അപ്പൻ നന്മ ചെയ്യുന്നവനാകുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഏത് ദേശത്ത് നിന്ന് ഇന്നിവർ ശബ്ദം കേൾക്കുന്നുവെങ്കിലും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ ദൈവിക സാന്നിധ്യം അനുഭവിക്കട്ടെ. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ ഇപ്പോൾ അവരെ വിട്ടുപോട്ടെ. മുഖത്തെ തകർക്കുന്ന ആത്മശക്തി യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. എല്ലാ ചെങ്ങലകളെയും പൊട്ടിക്കുന്ന, പൈശാചികൻ്റെ പദ്ധതികളെ തകർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. അവരിലുള്ള രോഗത്തിൻ്റെ ശക്തികൾ, അറിഞ്ഞും അറിയാതെ അകത്തൊക്കെ കിടക്കുന്ന രോഗശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോട്ടെ. പൂർണ്ണ സ്വസ്ഥതയും ആരോഗ്യവും ദൈവകൃപയും ഉണ്ടാകട്ടെ. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ ഡിവൈൻ ഹെൽത്തിൽ ജീവിക്കട്ടെ, ഡിവൈൻ ഇമ്മ്യൂണിറ്റിയിൽ ജീവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളുടെ ശക്തി, ആ അടിപ്പിണരിലൂടെയുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. അവർ ആരോഗ്യത്തോടെ, ദൈവിക ആരോഗ്യത്തോടെ, ദൈവിക ഇമ്മ്യൂണിറ്റിയിൽ ജീവിക്കട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം. അതുപോലെ കർത്താവെ, മറ്റു പ്രയാസങ്ങളിൽ കഴിയുന്നവർ ഈ പ്രഭാതത്തിൽ മനസ്സിനകത്ത് ഭയങ്കര ഭാരം, ഈ വിഷയം എന്തായിത്തീരും, ആ വിഷയത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മഞ്ഞുരുകി വെള്ളമായി പോകുന്നത് പോലെ ഈ പ്രഭാതത്തിൽ എന്ത് വിഷയത്തിൽ ഭാരപ്പെട്ട് എഴുന്നേറ്റു അതിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ മനസ്സിൽ വന്ന ആ വലിയ ഭാരമുള്ള വിഷയം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മഞ്ഞുരുകി പോകുന്നത് പോലെ ഉരുകിപ്പോയതിനായി സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. വലിയ കാര്യങ്ങൾ ലോകവ്യാപകമായി ചെയ്യുവാൻ കർത്താവ് അവരെ ഉപയോഗിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെയും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ
പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ വേലയിൽ വളരെ മുന്നേറണം. ആളുകളോട് സുവിശേഷം പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവരെ കർത്താവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ദൗത്യമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറണം. മോർണിംഗ് മെസ്സേജുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ മീറ്റിംഗ് ലിങ്കുകൾ, ഇന്നത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമല്ലായിരുന്നു? ആമേൻ. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ്, അതായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചത്. അതുപോലെ മറ്റുള്ള ആമേൻ ഓരോ മീറ്റിങ്ങുകളിലും മറ്റുള്ളവരോട് പറയുകയും അവരും അതിനകത്ത് പങ്കെടുക്കുവാൻ തക്കണം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും 9 ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉള്ളത്. പ്രാർത്ഥിക്കണം, അതിൽ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എബ്രായ ലേഖനം 13 6 വാക്യവും 8 വാക്യവും നമുക്ക് വായിക്കാം. അവിടെ പറയാം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരു ഉറപ്പ് വേണം, കർത്താവ് എനിക്ക് തുണയാണ്. ആമേൻ. കർത്താവ് എനിക്ക് തുണ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതോടുകൂടെ സ്വർഗം നമുക്ക് അനുകൂലമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. കാൽവരി ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തത്തിൽ നമ്മൾ വിശ്വസിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ട് വിടുവിക്കപ്പെട്ടു, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടു. അതോടുകൂടെ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നമ്മുടെ പിതാവായി മാറി. സ്വർഗം നമുക്ക് അനുകൂലമായി. ദൈവദൂതന്മാർ നമുക്ക് ചുറ്റുമിറങ്ങി. അതുകൊണ്ടാണ് ആമേൻ പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം റോമാലേഖനം 8 നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരായി മാറി? അപ്പയായി മാറി. ആമേൻ. അപ്പം നമുക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലം ഇന്ന് നമ്മളിത് വിശ്വസിക്കണം. ദൈവം എനിക്ക് അനുകൂലം. ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാമോ അത്രയും പ്രാവശ്യം പറഞ്ഞാണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ്. നമുക്കൊരു 3 പ്രാവശ്യം എല്ലാവർക്കും കൂടെ പറയാം. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാണ്ട് ദൈവം എനിക്ക് അനുകൂലമാണ്. ഒന്നുകൂടെ പറയാം, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എനിക്ക് അനുകൂലമാണ്. സർവശക്തനായ ദൈവം എനിക്ക് അനുകൂലമാണ്. ആമേൻ. സൗഖ്യമാക്കുന്ന യഹോവ റാഫ എൻ്റെ അപ്പയായി മാറി. എൽ ശദ്ദായി സർവശക്തനായ ദൈവം എൻ്റെ അപ്പയായി മാറി. യഹോവ ജൈറ കരുതുന്ന ദൈവം എൻ്റെ അപ്പയായി മാറി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ അപ്പയായി മാറി. അപ്പോൾ നമുക്കിനി എന്നാ ചെയ്യാം? അടുത്ത വാക്യം പറയുക. അപ്പം കർത്താവ് എനിക്ക് തുണ, അതുകൊണ്ട് പറയും കർത്താവ് എൻ്റെ സഹായകനാണ്. ദാവീദ് പറഞ്ഞു, കർത്താവ് എനിക്ക് സങ്കേതമാണ്, കർത്താവ് എനിക്ക് കോട്ടയം. ഇന്നലെ നമ്മൾ രാവിലെ കേട്ടില്ലേ? ആമേൻ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ധൈര്യത്തോടെ പറയും? കർത്താവ് എൻ്റെ സങ്കേതമാണ്, കർത്താവ് എൻ്റെ മറവിടം, എൻ്റെ തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ ലോകത്തിൽ അവൻ ദൈവം എനിക്ക് തുണയായതുകൊണ്ട്, എൻ്റെ സങ്കേതമായതുകൊണ്ട്, എൻ്റെ മറവിടമായതുകൊണ്ട്, മനുഷ്യർക്കോ ഒന്നിനും, ഒരു പൈശാചിക ശക്തിക്കോ മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ ഒന്നിനും എന്നോട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടെ പറയണം. കൈ ഉയർത്തി പറ, ധൈര്യത്തോടെ പറയണം. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പറയണം. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞു, യഹോവ എനിക്ക് അനുകൂലമാണ്, പ്രതികൂലമാ. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ മറവിടമാകുന്നു, കർത്താവിൻ്റെ സങ്കേതമാകുന്നു, കർത്താവിൻ്റെ തല ഉയർത്തിപ്പിടിക്കുന്നവനാകുന്നു എന്നൊക്കെ നമ്മൾ നമ്മുടെ യാത്രകളിലും നിപ്പിലും ഇരിപ്പിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പറയണം. അതിൻ്റെ 8 വാക്യം പറയാം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. നമ്മുടെ കർത്താവ് എങ്ങനെ? ഒരിക്കലും മാറാത്തവനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ പ്രവർത്തിച്ചോ ആ പ്രവൃത്തികളെല്ലാം ഇന്നും ചെയ്യുന്നവന്. അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, ആവശ്യങ്ങളിൽ ഇടപെടുന്നവൻ, കരുണയുള്ളവൻ, കൃപയുള്ളവൻ. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൈ ഉയർത്തി പറയാം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് ഒന്നും ഓർത്ത് പേടിക്കണ്ട, ഒന്നും ഓർത്ത് വിചാരപ്പെടണ്ട, ഒന്നും ഓർത്ത് ഭാരപ്പെടണ്ട. കാരണം കർത്താവ് നമുക്ക് എന്താ? കർത്താവ് നമുക്ക് തുണയാ. ദൈവം എനിക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗം മൊത്തം എനിക്ക് അനുകൂലമാണ്. സ്വർഗീയ ദൂതന്മാർ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. കാരണം ഞാൻ ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ മകനാ, അല്ലെങ്കിൽ മകളായി മാറി. ഈ ഒരു ഉറപ്പോടുകൂടെ വേണം നിങ്ങളുടെ ജീവിതം നയിക്കുവാൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കലോട് പറ, കർത്താവ് എനിക്ക് തുണ. ആമേൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം എൻ്റെ പിതാവ്. ആമേൻ. സർവശക്തനായ ദൈവം എനിക്ക് അനുകൂലമായി തീർന്നു. അതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകുകയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല ആവശ്യങ്ങളിൽ, എല്ലാ ആവശ്യങ്ങളും
കർത്താവ് നിറവേറ്റിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽ ഇടയ്ക്കിടയ്ക്ക് പറയണം കേട്ടോ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.